അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മിൽ പലരും അവബോധമുള്ളവരാണ്. പക്ഷേ അത്തരത്തിൽ ദൈവം വിവിധ അവസരങ്ങളിൽ വിവിധ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് അത് തങ്ങളുടെ പൂർവികരുടെ നന്മ കൊണ്ടാണെന്നാണ്, അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ നന്മ പ്രവർത്തികൾ കൊണ്ടാണ് എന്നാണ്. പക്ഷേ തിരുവചനം നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ നിരന്തരമായ കരുണയുടെ ലക്ഷ്യം നിൻ്റെ മാനസാന്തരമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ദൈവം അയാൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കരുണ വർഷിക്കുന്നുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ഓർത്തോണം, ഞാൻ കുറേ മാനസാന്തരപ്പെടാറുണ്ട്, ഞാൻ കുറേ പരിവർത്തനപ്പെടാനുണ്ട്, ഞാൻ കുറേ എന്നെ തന്നെ നവീകരിക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, നമുക്ക് ഓർക്കാം, ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ കുറിച്ചു വയ്ക്കാം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അതിർത്തിയില്ലാത്ത സ്നേഹം അവിടുന്ന് വർദ്ധമാനമായി നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യം, എൻ്റെ ദൈവം എന്നെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു, എവിടെയൊക്കെയോ ഞാൻ എന്നെ നവീകരിക്കാനുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഇത്തരത്തിൽ ചിന്തിക്കാൻ, ധ്യാനിക്കാൻ നമുക്കിടയാവട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അവിടുത്തെ സ്നേഹം അളവില്ലാതെ അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരുണയുടെ ലക്ഷ്യം ഞങ്ങളുടെ മാനസാന്തരമാണ്, അനുതാപത്തിലേക്ക് ഞങ്ങൾ വരാനാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.